മാം യു വർ ബോൺ ഇൻ ടു എ റോയൽ ഫാമിലി അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ ലൈക്ക് ഹൗ വാസ് ഇറ്റ്? സോ ഹൗ വാസ് യുവർ ചൈൽഡ്ഹുഡ്? വാസ് എ വെരി നോർമൽ ചൈൽഡ്ഹുഡ് ഓർ? അന്നത്തെ ഞങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കോൺവെൻറ്റിലാണ് പഠിച്ചിരിക്കുന്നതൊക്കെ തൃശ്ശൂർ. അപ്പോൾ ചിട്ടയും വട്ടമൊക്കെ ആയിട്ട് ക്രിസ്ത്യൻ കോൺവെൻ്റ് ആകുമ്പോൾ നല്ല ചിട്ടയിൽ തന്നെയാണ് വളർത്തി കൊണ്ടുവന്നത്. വീട്ടിലും അതെ അങ്ങനെയായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ ഡാൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കുട്ടിയായിട്ട് സെറ്റുമുണ്ട്, അന്ന് സെറ്റുമുണ്ട് എടുത്ത് വീട്ടിലിരിക്കുന്ന കാലം. ഡാൻസ് ക്ലാസ് തട്ടി തട്ടി തയ്യ് എന്ന് പറഞ്ഞ് കുട്ടികൾ ക്ലാസ് എടുക്കുന്ന കാലമായിരുന്നു. അപ്പോഴാണ് ജി അരവിന്ദൻ അദ്ദേഹം വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ലേഡി ആവശ്യമുണ്ട് ഞങ്ങളുടെ സിനിമയിലേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ചിരിച്ചിട്ടൊക്കെ മുളി ഒക്കെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ചോദിച്ചു. അതിന് മുമ്പേ എൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, അടൂരും അരവിന്ദനും ഒക്കെ വീട്ടിൽ വരിക എന്ന് വെച്ചാൽ ഒരാളെ അന്വേഷിച്ച് ഇനി എന്താ ആലോചിക്കാനുള്ളത്, അഭിനയിക്കുക തന്നെ. അപ്പം അച്ഛൻ നല്ല കലാകാരനാണ്, അച്ഛന് ഇതൊക്കെ ഇഷ്ടമാണ്, സിനിമയും പാട്ടും ഡാൻസും ഒക്കെ. അച്ഛൻ പറഞ്ഞു നമുക്ക് പോവന്നെ, അച്ഛൻ ഉണ്ടാവും സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാത്തിനും. അങ്ങനെ അപ്പം തന്നെ തീരുമാനമായി കഴിഞ്ഞു. പിന്നെയാണ് 88-ലാണ് മാറാട്ട ഫസ്റ്റ് മൂവി റിലീസ് ആവുന്നത്. അപ്പം തന്നെ പിറ്റേ ദിവസം ഹസ്ബൻഡ് വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു പിക്നിക് പോലെ അങ്ങ് രസകരമായി. അത് നമ്മൾ കേൾക്കാത്ത ഒരു അസാധാരണമായ ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അതിനുശേഷം സിനിമയിൽ വരാന്ന് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ റോയൽ ഫാമിലി ചിന്തിക്കാൻ പോലും പറ്റില്ല. ഉത്തരയ്ക്ക് എന്താണ് അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഉള്ളത്? എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കും, എന്നെ സിനിമയിൽ വിടുമോ വിടില്ലേ, ഇങ്ങനെയൊക്കെ ചെത്തി പൊളിച്ചൊക്കെ നടക്കാൻ പറ്റുമോ, രാത്രിയിൽ പനമ്പള്ളി നേറിൽ ബൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ആ കഥകളൊക്കെ ഇല്ലേ? അല്ലെങ്കിൽ നമുക്ക് വരാം, അതൊക്കെ വേണമെന്ന് ആഗ്രഹമൊക്കെ തന്നെയുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ പറയുമല്ലോ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്നതായിരിക്കും എന്നൊക്കെ പല ആക്ട്രസസും പറയുന്നത്. പക്ഷെ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ കരിയറായിട്ട്, എൻ്റെ ജോലിയായിട്ട്, എൻ്റെ അച്ഛനെ പോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. Uttara, you've done like 3 movies now? 2. Okay, so you've done 2 movies now, right? How has your experience been so far? Industry എന്ന് പറയുന്ന ഒരു മൂവി ഇൻഡസ്ട്രി, what do you think of it so far? It's all about luck എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് 1 sentence. ഇപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും, നമ്മളെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇറ്റ്സ് ഓൾ ദ സെയിം. ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക്. സോ ബിക്കോസ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഉള്ള ആൾക്കാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഈക്വലി പോകുന്നുണ്ട്. സോ അതെന്താണ് അതിന്റെ പുറകിൽ നമുക്കറിയില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക്. Let's go into the details of the movie. നമ്മുടെ വ്യൂവേഴ്സിന് probably they wouldn't know, but I want them to know the movies that you've done. So ചെയ്ത പടത്തിന്റെ വിശേഷങ്ങൾ, അതിന്റെ പേര്, ഡയറക്ടർ എല്ലാം പറഞ്ഞോളൂ. ഞാൻ ഫസ്റ്റ് ചെയ്തത് തമിഴ് ഫിലിം ആയിരുന്നു, വവ്വാൽ പസംഗ എന്നിട്ട്. അത് തമിഴ്നാട്ടിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ ആവറേജ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ചെയ്തത് എടവപ്പാതി ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ. അത് കഴിഞ്ഞിട്ടില്ല, അതിലാണ് മനീഷയുടെ പിന്നെ മറ്റേ അക്കോസോട്ടോ ഉണ്ട് യോധയിലത്തെ. ഞാൻ അതിന്റെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ട്. ബസ്സിലൊന്നും ഇരിക്കുന്നത്. What are you planning to go further into movies? അതിന്റെ എങ്ങനെയാണ് your ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അഭിനയിക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. ആൻഡ് ഐ ജസ്റ്റ് ഗ്രോൺ അപ്പ് വാച്ചിങ് മോം ആൻഡ് സിസ്റ്റർ ആൻഡ് ഓൾസോ ഐ ഓൾവേസ് ഹാഡ് ദാറ്റ് പാഷൻ ടുവേർഡ്സ് ആക്ടിങ്. സോ അതന്നെയായിരുന്നു ആഗ്രഹം. ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഫിലിം ചെയ്തത്. അപ്പം അങ്ങനെ തന്നെ പോകണം എന്നായിരുന്നു. പക്ഷേ പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റഡീസ് ടുക്ക് പ്രോമിനൻസ്. അപ്പം അങ്ങനെ പിന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഡാൻസ് കോഴ്സിന് ചേർന്നു. സോ അവിടെ ഇവിടെയും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സോ ഇപ്പോഴത്തേക്കും എന്തായാലും സ്റ്റഡീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഇപ്പോൾ കഴിയും MA. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഡയറക്ഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പം അറിയില്ല, നല്ല ഓഫേഴ്സ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ചെയ്യും. താത്തയുടെ സർഗം എത്ര തവണ കണ്ടിട്ടുണ്ട്? കുറേ തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണണമെന്ന് വിചാരിച്ചിട്ടല്ല. എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മളങ്ങനെ ചില ഫിലിംസ് എപ്പോഴും ഇരുന്ന് പോവല്ലോ. അതിപ്പോൾ അമ്മ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഫിലിമിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എപ്പോഴും അത് ടി വിയിൽ കാണുമ്പോൾ അങ്ങനെ. What do you think of her performance in that film? It was very nice. പക്ഷെ അന്ന് എൻ്റെ സുന്ദരിയായ അമ്മ അന്നേ വയസ്സാക്കിയ ചെറിയ വിഷമം. How difficult was it?
ലൈക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യാനായി? ഒന്നാമത്തെ കാര്യം എൻ്റെ രണ്ടാമത്തെ മൂവിയാണ് സർഗം എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടും ഇത്രയും ഘനമുള്ള ഒരു ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ ചെല്ലുന്നത് വരെയും. അവിടെ ചെന്ന് 10-60 ദിവസമൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 60 days നമ്മൾ ആ സെറ്റിൽ തന്നെ ഉണ്ടാവുക. പിന്നെ എന്നും ഡയലോഗ് പഠിക്കൽ, കാണാതെ പഠിച്ച് പറയണം. ഇന്നത്തെ പോലെ പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല, അതൊക്കെ പഠിച്ച് പറയണം, അഭിനയിക്കണം. പിന്നെ ഫിലിമാണ്, വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ കളിയാക്കും. അഭിനയിക്കുമ്പോൾ പറയും, ഓ കണ്ടില്ലേ ഫിലിം തിന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും ബാക്കിയുള്ളവരൊക്കെ. ആരെങ്കിലുമൊക്കെ ഇരുന്ന് കമൻസൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അത് അഭിനയിച്ചത്. പിന്നെ സാറിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാവരെയും അഭിനയം പഠിപ്പിച്ചാണ് സാറ് അഭിനയിപ്പിക്കുന്നത്. അഭിനയം നമുക്ക് അറിയേണ്ട കാര്യമില്ല, നമ്മളങ്ങനെ ക്യാരക്ടറായിട്ട് ഇരുന്നാൽ മാത്രം മതി. ബാക്കി സാർ പറഞ്ഞ് തന്ന് പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഡ്രാമ സ്കൂളൊക്കെ പഠിച്ചിറങ്ങുന്നത് പോലെയായിരുന്നു സർഗം സിനിമ കഴിഞ്ഞ് ഒരു 60 days ഒരു ശരിക്കും ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്ന പോലെയായിരുന്നു അഭിനയത്തിനെ കുറിച്ച്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്ത് വരച്ചാലും ഗണപതിയാവും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് ഒരുപാട് ചിത്രങ്ങളൊന്നും വരയ്ക്കാറിയില്ല. ഒരു തമാശയ്ക്ക് ഇപ്പോൾ വരയ്ക്കാം. I want to come to your tattoo also, on your hand. അതും ഗണപതിയാണല്ലേ? ഇനി what is your special love towards ഗണപതി? എന്താണ്? അതങ്ങനെയായി പോയി, എന്താണെന്നറിയില്ല. From childhood it's been. അങ്ങനെ കുറെ കാലമായി, 10-20 കൊല്ലമായി തോന്നുന്നു. അതെല്ലേ ഇഷ്ടം. ഞങ്ങൾ രണ്ടുപേരും അമ്മയാണ് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞത്. ഞാനാണ് വേണോ ടാറ്റു ഒക്കെ ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോഴത്തെ അല്ല സേഫ് ആണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. എല്ലാം തിരിച്ചാ ഐ എം ഗെറ്റിംഗ് ഇറ്റ് ഡൺ ഫോർ ഷുവർ എന്ന് പറഞ്ഞിട്ട് പോയി ഒരു ദിവസം. പിന്നെ എന്നെ കണ്ടുവന്നപ്പോ ഞാനും നമുക്കും ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടില്ല. പിന്നീടാ ചെയ്തത്. ധൈര്യമൊന്നുമില്ല, ചുമ്മാ പേടിച്ചൊക്കെ നിൽക്കുക. അമ്മ നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ ഞാൻ ചാടി കയറിയിരുന്നു. അപ്പൊ തന്നെ ടാറ്റു. എനിക്കാണെങ്കിൽ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ദേഹം മുഴുവൻ ടാറ്റു ചെയ്താൽ കൊള്ളാം. എനിക്കിങ്ങനെ കൂടുതലും കാർട്ടൂൺസ് വരയ്ക്കാനാണ് ഇഷ്ടം. ലൈക്ക് സ്കെച്ചിങ് ആണ്, പെയിന്റിങ് സീരിയസ് ആയിട്ട് എടുക്കുന്നതിനെക്കാട്ടിലും. So we'll go into another side, right, which is poetry, and I think mother-daughter once again comes together ഈ ഒരു ടാലന്റിൽ അല്ലേ? അമ്മ എഴുതിയിട്ട് മോള് കവിത ചൊല്ലും എന്നല്ലേ പറഞ്ഞത്? അത് great talent അല്ലേ? So that itself is like again coming together of mother-daughter interest, right? So your first book being പാഞ്ചാലിക എന്ന് പറഞ്ഞ, പിന്നീട് പാഞ്ചാലിക ഇറക്കിയിട്ട് കുറെ കൊല്ലായി. 94 ഇറക്കിയത്. അതിന് ശേഷം പിന്നെ ഞാൻ പോയട്രി ബുക്കായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു പുസ്തകം പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അതെല്ലാം കൂടെ ഇറക്കാമെന്ന് വിചാരിക്കുന്നു. അതിലത്തെ ഒരു 4-5 കവിതകൾ ചൊല്ലിയിരിക്കുന്നത് ഉത്തരയാണ്. ഉത്തരയെ കൊണ്ട് ചൊല്ലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഞാനും ചൊല്ലി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉത്തരയുടെ മാത്രം എടുത്തിട്ട് ഒരു ബുക്കിൻ്റെ കൂടെ തന്നെ ഒരു CD കൂടി ചെയ്യണമെന്നൊരു CD ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതും കൂടി ഇറക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കവിതയുടെ കുറച്ച് ലൈൻസ് എനിക്ക് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഒരിക്കൽ കൊട്ടാരം തന്നിലെ സുന്ദരി പൂർണേന്ദു പോൽ മുഖകാന്തി രാജകീയ പ്രൗഢി ശംഖിനി പത്മിനി മാരെ വെല്ലും രൂപഭംഗി ആരുമേ കണ്ടാൽ കൊതിക്കും മദാലസയായിരുന്ന തമ്പുരാട്ടി നാടാകെ ചുറ്റി പറന്നു നടക്കുന്ന ദേശാടന കിളി പോലെ ആ വഴി വന്നൊരു തമ്പുരാൻ സുന്ദരിയാളെ ഒരു ദിനം കണ്ടു. ആദ്യത്തെ നോട്ടത്തിൽ
ആ ഹൃദയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു. സ്നേഹോപഹാരങ്ങളേകി അവളുടെ മാറിൽ മണിമാല ചാർത്തി. മാണിക്യമൂക്കുത്തി വൈരക്കൊലുസുകൾ കാഞ്ചീപുരം പട്ടുസാരി. ദിവ്യ സുഗന്ധം വമിക്കുന്ന കുപ്പികൾ ചന്ദനലേപദ്രവ്യങ്ങൾ. ഹൃദ്യം നറുപുഷ്പഗന്ധം സിരകളിൽ ആളിപ്പടരുകയായി. മാലേയമായിക കൽഹാര സൗരഭ്യമായയിൽ സർവം മയങ്ങി. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലേ? അപ്പോൾ ഒരു എപ്പിസോഡും കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ടാവോ സ്റ്റാർ ജാമിനൊപ്പം? ഓക്കെ, സോ വ്യൂവേഴ്സ്, അവർ അടുത്ത ആഴ്ചയും എന്നോടൊപ്പം ഉർമിള ഉണ്ണിയും ഉത്തര ഉണ്ണിയും ഉണ്ടാവും. ഡോണ്ട് ഗോ എനിവെയർ, കം ബാക്ക് നെക്സ്റ്റ് വീക്ക്. സീ യു സൂൺ. ബൈ. ആ പ്രേമഗന്ധത്തിൻ ദിവ്യാനുരാഗത്തിൽ ആവാഹനം ചെയ്യുകയായി. ഭൂലോകസുന്ദരീ രത്നത്തെ ആത്മാവിൻ ജീവന്റെ പ്രേയസിയാക്കി. വശ്യം മനോഹരം ഹൃദ്യം മദാലസം രാസലീല നൃത്തലോലം. അങ്ങനെ കോയിക്കൽ സുന്ദരി തൻവങ്കി തമ്പുരാൻ തൻ പത്നിയായി.